അരുൺ, കുറേ മനുഷ്യർ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ഒരു മനുഷ്യായുസിന്റെ അധ്വാനം, അതൊക്കെയാണ് ഇങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരായുസിൻ്റെ അവർ ശേഖരിച്ച് വെച്ചത് എല്ലാമാണ് ഇപ്പോൾ ഈ ഒരു സ്ഫോടനത്തിൽ തകർന്ന് ഇല്ലാതായിരിക്കുന്നത്. പല വീടുകളിലും ചെല്ലുമ്പോൾ ചില ആളുകൾ ഇതിനെതിരെ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട്, ചിലർ നിസ്സഹായതയാണ് കാണിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ സമ്മിശ്ര വികാരം. കാര്യം ഈ ഒറ്റൊരു നിമിഷം കൊണ്ട് ഉണ്ടായ ഒരു സ്ഫോടനത്തിൽ എത്ര വീടുകളാണ് തകർന്നു വരുന്നത്. അപ്പോൾ ഈ ദൃശ്യത്തിൽ നമ്മൾ കാണാൻ കഴിയും, ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 10 മീറ്റർ ദൂരമുള്ള വീടാണ്. ആ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനം തകർന്നിട്ടുണ്ട്. വീടിന് ഉൾവശവും ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ജനലുകൾ തകർന്നിട്ടുണ്ട്, വാതിലുകൾ തകർന്നിട്ടുണ്ട്, വാതിലുകൾക്ക് ഇളകി മാറിയ അവസ്ഥയിലാണ്. അത്തരത്തിൽ വലിയ നാശനഷ്ടമാണ് ഈ ഒരു വീടിന്. അപ്പോൾ ഈ ഒരു വീട് കണക്കാക്കി കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം തന്നെ ഉണ്ടാകും. ഇപ്പോൾ അതിൻ്റെ ഒരു തീവ്രത, സ്ഫോടനത്തിൻ്റെ തീവ്രത കാണിക്കുന്ന മറ്റൊരു ദൃശ്യം കാട്ടാം. ഇത് ഈ സ്ഫോടനം നടന്ന സ്ഥലത്തെ അവിടെ ഉണ്ടായിരുന്നൊരു വാഹനമാണ്. ഒരു വാഹനത്തിലായിരുന്നു ഈ പടക്കം കൊണ്ടുവന്നിരുന്നത്. ആ വാഹനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ തെറിച്ച് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ അത്രയും തീവ്രമായിട്ടുള്ളൊരു സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ദൃശ്യമാണ്. അതിന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതിനടുത്തൊരു വീടുണ്ട്. ആ വീട് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. സ്ഫോടനം നടന്ന ആ ഗ്രൗണ്ടിന് തൊട്ടടുത്തുള്ള വീടാണത്. ആ വീടിനി അവിടെ താമസിക്കുന്നത് അസാധ്യമാണ്. ആ കെട്ടിടം തന്നെ പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയാണ്. എല്ലാം വിണ്ടുകീറിയിരിക്കും നമുക്ക് കാണാം. അതിൻ്റെ ഡോറൊക്കെ പല കഷ്ണങ്ങളായി തകർന്നു കിടക്കുകയാണ്. അപ്പോൾ അതുണ്ടാക്കിയ ഒരു ആഘാതം, ആ വീട്ടുകാരിനി എങ്ങനെ ഇനി ഇത്തരമൊരു വീട് കെട്ടിപ്പൊക്കും എന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ്. എന്തായാലും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു മത്സര വെടിക്കെട്ടായാണ് ഇവിടെ ഈ പുതിയകാവ് ക്ഷേത്രത്തിൽ നടക്കാറുള്ളത് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. എല്ലാ വർഷവും ഒരു വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് ആദ്യം നടക്കും. അവരെ കവച്ചു വെക്കുന്ന തരത്തിൽ മറ്റൊരു വിഭാഗം അടുത്ത ദിവസം വെടിക്കെട്ട് നടത്തും. അങ്ങനെ രണ്ടാമത്തെ വിഭാഗത്തിന് വെടിക്കെട്ട് നടക്കാൻ ഇരിക്കെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് അടിയന്തരമായിട്ട് ഈ താമസ സൗകര്യം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. നിങ്ങൾക്ക് ഇവിടെ ഉള്ളതല്ലേ? അവിടെ ഫുള്ളും പോയിരിക്കുക. വീടിന്റെ ഗ്ലാസും ജനലിന്റെ ചില്ല് ഇല്ല, ഇനി പറ്റില്ല. മൊത്തം ഡോറ് വരെ ലോക്ക് പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോ ഫ്രണ്ടില്. അങ്ങനത്തെ അവസ്ഥയെ കിട്ടുക. കളക്ടർ പറഞ്ഞേക്കുന്നത് താമസ സൗകര്യം ഏർപ്പെടുത്താമെന്നാണ്. ഒന്നും അറിയില്ല, നമുക്ക് അങ്ങോട്ടേക്ക് കൂടുതൽ ആരും അങ്ങ് വന്നിട്ടില്ല, അപ്പുറത്തെ റോഡായതുകൊണ്ട്. പക്ഷെ അവിടെ എല്ലാ വീടുകളും പോയിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. അവിടെ നിന്നൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അത് കാരണം ഇങ്ങോട്ടൊന്ന് നോക്കാം. ഇവര് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ വീടിന്റെ അകത്തായിരുന്നു. ഹോളിൽ നിൽക്കുമ്പോഴാണ് ഈ പെട്ടെന്ന് എന്തോ ഇടിഞ്ഞു വീഴുന്ന ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴാണ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കണ കണ്ടത്. എന്താ വീട്ടിൽ പോകുമ്പോൾ വീണതൊരു ഒച്ച പോലെയായിരുന്നു. എന്താ സംഭവിച്ചത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോഴാണ് അവരുടെ ഓർഡർ കണ്ടത്. ഭയങ്കര വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കൂടി ഇരിക്കുക, കീമോ ചെയ്ത് RCCയിലെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി ആ മരുന്നും കഴിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒച്ച കേട്ടപ്പോൾ പുള്ളി ആകെ ഒരു ഷോക്കായിട്ട് എല്ലാ വീടും പോയി. മിക്ക വീടുകളും ഇതൊരു നിസ്സഹായതയാണ്. ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് രോഷം അവരുടെ മനസ്സിലുണ്ട്, അവരുടെ നഷ്ടം ഉള്ളതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ നിസ്സഹായതയുടെ ഒരു സ്വരമാണ്. ഒരു നിമിഷം കൊണ്ട് അവരുടെ വീട് പൂർണ്ണമായ ഏകദേശം വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ്. പല വീടുകളും കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല വീടുകളിലും ഗുരുതര രോഗങ്ങൾ ബാധിച്ച ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വലിയ ഷോക്കാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റുള്ളവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഷോക്കിൽ നിന്ന് പോലും അവർക്ക് ഇനി മുക്തമാകേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് അവർക്ക് ഈ ഉണ്ടായിട്ടുള്ള വലിയ നാശനഷ്ടം, ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇനി അതെങ്ങനെ ശരിയാക്കും, അല്ലെങ്കിൽ വീട് വീണ്ടും എങ്ങനെ വാസയോഗ്യമാക്കുമെന്നുള്ളൊരു ചിന്തയും അവരെ അലട്ടുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം എത്രയും വേഗം ഉണ്ടാകേണ്ടതാണ്. ഈ ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർക്കെതിരെയൊക്കെ നടപടി എടുക്കേണ്ടതുണ്ട്. നഷ്ടപരിഹാരം ഉറപ്പാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അത് ജനങ്ങളുടെ സുരക്ഷ മറികടന്നുകൊണ്ടാകരുത്. ഇപ്പോൾ കളക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വെടിക്കെട്ടിന് വേണ്ടി പടക്കങ്ങൾ ശേഖരിക്കുന്നതിനോ നിർമ്മിക്കുന്നതിനോ ഒരു തരത്തിലുള്ള ലൈസൻസും ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അനധികൃതമായി നടന്നിട്ടുള്ള പടക്ക നിർമ്മാണവും ശേഖരണവുമാണെന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ബന്ധപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളത് തന്നെ എല്ലാവരുടെയും ആവശ്യം. ഇപ്പം എല്ലാവരും പരക്കം പായുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. വീടിൻ്റെ
ചിലർക്ക് ഇൻഷുറൻസ് ഒക്കെ ശരിയാക്കേണ്ടതുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് അവരിങ്ങനെ പരക്കം പായുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയും. എന്തായാലും ശരി അരുൺ, ഞാൻ അരുണിലേക്ക് മടങ്ങി വരാം. ഞാൻ ശ്യാമിലേക്ക് കൂടി ഒന്ന് വളരെ പെട്ടെന്ന് പോകട്ടെ. ഇതുപോലെ ഈ ഒരു സ്ഫോടനത്തിൽ കേടുപാട് സംഭവിച്ച ഒരു വീടിനകത്താണ് ഇപ്പോൾ ശ്യാം ഉള്ളത്. ശ്യാം, ആ കുടുംബക്കാരുമായി ആ വീട്ടുകാരുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? എന്താണ് അവർ പറയുന്നത്? അതായത് ഈ സ്ഫോടനം നടക്കുന്ന സമയം ഈ വീട്ടിലെ ഗ്രഹനാഥ കൂടിയായിട്ടുള്ള ചേച്ചി ഉണ്ടായിരുന്നു. അതായത് ഈ ചേച്ചി ആ സമയത്ത് തൊട്ടപ്പുറത്ത് ഇതാ കാണുന്ന അലക്കുകല്ലാണ്. ആ അലക്കുകല്ലിൽ നിന്ന് അലക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ഫോടനം നടക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അതായത് സ്ഫോടനം നടന്ന ഒരു ഇടമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പുറത്ത് ആ വലിയ ബിൽഡിങ്. ഇവിടെ നിന്ന് ഈ ചേച്ചി അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം പോലെ കേൾക്കുന്നത്. ആ ഓടുകളും മറ്റുമൊക്കെ മൊത്തം പോയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ആ ശബ്ദം, ആ പ്രകമ്പനം എത്രത്തോളം എന്ന് നമുക്ക് എങ്ങനെയാണ് ഈ ചേച്ചി അത് അനുഭവിച്ചതെന്ന് നമുക്ക് ആ ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാം. ചേച്ചി ആ സമയത്ത് ചേച്ചി ഇവിടെ നിന്ന് അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര ഒച്ചത്തിലായിരുന്നു. ഒരു സെക്കൻഡ് ആ ശബ്ദത്തിലൂടെയാണ് വന്നത്. ശബ്ദത്തിൻ്റെ കാതൊക്കെ വെറുതെ മൂളിക്കൊണ്ടിരിക്കണായിരുന്നു. ഇപ്പോൾ ആ മുളക്കൊക്കെ മാറിയോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത്? ഇവിടെ ഞാനും ഹസ്ബൻഡും അംഗൻവാടി പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അമ്മയും. കുഞ്ഞുണ്ടായിരുന്നു ഇവിടെ? ഇല്ല, സ്കൂളിൽ കൊണ്ടാക്കിയ അംഗൻവാടി കൊണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണോ അംഗൻവാടി? അതെ, ചൂരക്കാട്. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായെന്ന് തിരക്കിയിരുന്നു? അവിടെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മണ്ണ് മാത്രം വീണമെന്ന്. പിന്നെ ചേച്ചി ആ സമയത്ത് പിന്നെ എന്താ ചെയ്തേ? ഞാൻ ഇവിടെ ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കണായിരുന്നു. സൗണ്ട് ആയിട്ട് നിൽക്കണേ. ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇത് ആ സമയത്ത് ഇത് പടക്കം പൊട്ടിയതാണ് എന്ന് മനസ്സിലായത്? അറിയില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അവിടെ നിന്ന് പൊട്ടിയതാണെന്ന്. ഇവിടെ ഇപ്പോൾ മറ്റ് അനവധി വീടുകളിലൊക്കെ ഇങ്ങനെ ഇതേ അവസ്ഥയാണല്ലേ? മിക്ക വീടിൻ്റെ ചില്ലൊക്കെ പൊട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ഈ വീട്ടിലേക്ക് കയറിയാൽ തന്നെ കാണാം ഈ വീടിൻ്റെ ഡോറ് അടക്കം തെറിച്ച് വീണ് കിടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ ഡോറടക്കം തെറിച്ച് വീണ് അങ്ങനെ അത്രയേറെ വലിയ ഒരു പ്രകമ്പനം തന്നെയായിരുന്നു. ഈ വീടിൻ്റെ കട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചില്ലുകൾ മൊത്തം ചിന്നിച്ചിതറി. ഇനി ഈ രാത്രി എങ്ങനെ ഇവർ അന്തി ഉറങ്ങും എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഇവർക്ക് എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാതെ ആകെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ഓരോ കുടുംബങ്ങളും. ഈ ഒരു കുടുംബം മാത്രമല്ല, ഓരോ കുടുംബങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ജനലുകളെല്ലാം തുറന്ന് ചിന്നി ഭിന്നമായി കിടക്കുന്നു. ഈ വാതിലുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. അങ്ങനെ ഒരു വീട് എത്രത്തോളം മോശമാകാമോ അത്രയേറെ മോശപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഓരോ വീടുകളും മാറുന്നു. ഇനി ഇതൊക്കെ എങ്ങനെ ശരിയാക്കുമെന്ന് ഇവർക്ക് പോലും അറിയില്ല. ഇവിടുത്തെ കുടുംബനാഥൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. ആ ജോലി സ്ഥലത്തു നിന്നാണ് അദ്ദേഹം ആദ്യോടുകൂടിയൊക്കെ ഇങ്ങോട്ടേക്ക് ഓടി വന്ന സ്വന്തം വീട് കാണുന്നത്. അങ്ങനെ എല്ലായിടത്തും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്, ഓരോ വീടുകളിലും. നമുക്ക് ഇവിടുത്തെ അമ്മയോട് ചോദിക്കാം. അമ്മ ആ സമയത്ത് എവിടെയായിരുന്നു? ഞാൻ ജോലിക്ക് പോയിക്കണായിരുന്നു. ഞാനൊരു ചെറിയ വീട്ടുപണിക്ക് പോകുന്നുണ്ട്. രാവിലെ പോകും, 3 മണിയാകുമ്പോൾ വരും. അപ്പം മോള് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതാ സ്പീഡിൽ തന്നെ ഇവിടെ നിന്ന് വീട് കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. ഇപ്പം നമുക്ക് ഇത് നന്നാക്കി കിട്ടിയ ഒരു ഉപകാരം ഉണ്ടായിരുന്നു. പെട്ടെന്ന് കിട്ടിയാൽ അത്രയും നല്ലത്. കൊച്ചുണ്ട്, അംഗൻവാടി പോണേണ്. ഇപ്പം എല്ലാവരും സഹായം കൊണ്ട് ചെയ്ത് പെട്ടെന്ന് കിട്ടണമെന്നുള്ളൊരു ഇതുണ്ട്. എന്നുവെച്ചാൽ കിടക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ കണ്ടല്ല മറ്റൊരു ഇടമൊന്നുമില്ല. ഇടമുള്ളവരൊക്കെ ആണ് ഇവർ നമ്മളെക്കാളും പോലെയാണ് ഇരിക്കണത്. വേറെ പോയി താമസിക്കാനൊന്നും നമുക്ക് ഇതില്ല. അതായത് ഇവിടുത്തെ ഓരോ വീട്ടുകാരുടെയും ആ ഒരു സങ്കടം, ഗദ്ഗതം ഇതൊക്കെയാണ് നമ്മൾ കേട്ടത്. കാരണം ഇവർക്ക് ഇനി വേറെങ്ങും പോകാനില്ല. ആ വീടുകളിലൊക്കെ ഒട്ടും താമസയോഗ്യമല്ലാത്ത രീതിയിൽ മാറിയിരിക്കുന്നു. ഇവിടുത്തെ പ്രദേശങ്ങളെല്ലാം അങ്ങനെ മാറിയിരിക്കുന്നു. അത്രയേറെ ഭയാനകമായ രീതിയിലായിരുന്നു ഈ ഒരു വലിയ പ്രകമ്പനം അനുഭവപ്പെട്ടത്. നമുക്ക് ഇവിടുത്തെ ചേട്ടന്മാരോടൊക്കെ ചോദിക്കാം. നിങ്ങളുടെയൊക്കെ വീട് ഇവിടെയൊക്കെ തന്നെയാണ്? ഇവിടെ അടുത്ത് എവിടെയാണ്? ഇവിടെ പടിഞ്ഞാറ്. വീടിന് എന്തെങ്കിലും കേടുപാടൊക്കെ ഉണ്ടോ? അവിടെ കുഴപ്പമില്ല. എൻ്റെ വീടെടുത്ത് ചോറ്റേക്ക് എൻ്റെ ചിറ്റട വീടാണ്. വിളിച്ച് കുറേ വിളിച്ചു ഞാൻ. ഈ കൊച്ചു ഇങ്ങനെ വയ്യാണ്ട് കിടക്കുക കുറേ പ്രാവശ്യം വിളിച്ചിട്ട് അവർ ഫോണൊന്നും എടുക്കണില്ല. വന്ന് ഈ പരിസരം ഒന്ന് കാണാൻ പറഞ്ഞ് എത്ര വീടാണ് ഞങ്ങളുടെ ഈ പറമ്പിൽ പോയേക്കണെന്ന്. അവർ വന്നേ ഇല്ല. എന്താണെന്ന് പറഞ്ഞ് വന്ന് ഒന്ന് അന്വേഷിച്ച് സ്കൂട്ടറിന് വന്ന് നോക്കി പോകാൻ പാടില്ലേ. വന്നില്ല. അവർ കുറേ പ്രാവശ്യം വിളിച്ചു ഞാനിന്ന്. ഈ കൊച്ചിനെ ഇങ്ങനെ ഒച്ച കേട്ട തുടങ്ങി വിളിക്കണം. വന്നിട്ടില്ല. വാർഡ് കൗൺസിലല്ലേ നമ്മുടെ ഒന്ന് വന്ന് നോക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. വന്നില്ല. എന്തായാലും ബന്ധപ്പെട്ട വാർഡ് കൗൺസിലെയും മറ്റുമൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഒരു എത്തുനോട്ടം ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് കൂടിയാണ്
ഇവർ പങ്കുവയ്ക്കുന്നത്. ഈ പ്രദേശത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളുടെയും സ്ഥിതിവിശേഷം ഇതുതന്നെയാണ്. ഓരോ വീടും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഓരോ വീടിൻ്റെയും ചില്ലുകളെല്ലാം തകർന്ന് വാതിലുകൾ തകർന്ന് മൊത്തം പൂർണ്ണമായിട്ടും നശിച്ച ഒരവസ്ഥയിലേക്ക് ഈ വീടുകളൊക്കെ ഇനി കൃത്യമായിട്ട് താമസയോഗ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഒറ്റ ശ്വാസത്തിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ഇത് ചേച്ചിയുടെ വീടാണോ? എൻ്റെ വീട്. എന്തൊക്കെ ഇവിടെ നഷ്ടമുണ്ടായിരുന്നു? ഇവിടെ ജനലൊക്കെ പോയിട്ടുണ്ട്, ബാത്റൂമിൻ്റെ വാതിലൊക്കെ പോയിട്ടുണ്ട്. ഇത് അകത്ത് കയറി നോക്കും. ആ സമയത്ത് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല. എവിടെയായിരുന്നു? ഞാൻ പണിസ്ഥലത്തായിരുന്നു. പണിസ്ഥലത്തായിരുന്നു. ആരാ വിളിച്ചു പറയുന്നത്? നാത്തൂനെ വിളിച്ചു പറഞ്ഞ. ഓടി വന്നപ്പോൾ കണ്ട കാഴ്ച കണ്ടത് അകത്ത് മൊത്തം പൊട്ടിക്കിടക്കുക. താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം അടിച്ചു വാരി എല്ലാം റെഡിയാക്കണം. അങ്ങനെ ഓരോ വീടിൻ്റെയും അവസ്ഥകളാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഇനി പ്രത്യേകിച്ച് ഓരോ വീടുകളും അങ്ങനെ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ വീടുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് ആര്യ ഈ പ്രദേശത്ത്. തീർച്ചയായും അങ്ങനെ എത്രയോ വീടുകൾ, 25ഓളം വീടുകൾക്കാണ് ഇങ്ങനെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഒരു നാട് തന്നെ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുകയാണ്. ഒരു ക്ഷേത്രോത്സവം, ആ ഉത്സവവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലൊക്കെ ആയിരുന്നു അവിടെയുള്ള പ്രദേശവാസികൾ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ആഘോഷ കാഴ്ചകൾക്കിടയിലാണ് ഇത്രയും ദാരുണമായൊരു സംഭവം നടക്കുന്നത്.